So good afternoon, my dear students. So we can start today's class actually. വളരെ സ്ട്രെങ്ത് കുറവാണ്. എനിവേ 3 o'clock സെമിനാറും ഉണ്ട്. Today's topic is an small topic actually. I think it will hardly take 30 minutes. So anyway we can start. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വന്നവരൊക്കെ. അതപ്പോൾ ഒരു 29 ആണ്. അപ്പം 29 ആകുമ്പോഴത്തേക്കും ഞാൻ അതനുസരിച്ച് ഞാൻ അപ്പുറം നോക്കുന്നു അറ്റൻഡൻസ്. ഓക്കെ. So today's is actually a small topic ആണ്. So AVR time delay and instruction pipeline എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. So we can start. So generally how can we calculate the delay in the case of an AVR? ഏത് രീതിയിൽ നമുക്ക് ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിലേ എത്ര ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ആക്ച്വലി ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 factors. The first one is the crystal frequency. That's the duration of the clock period for the instruction cycle is a function of the crystal frequency. അപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്രിസ്റ്റൽ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കലാണ് ആക്ച്വലി മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ക്രിസ്റ്റൽ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ക്രിസ്റ്റൽ ഫ്രീക്വൻസി കൂടുമ്പോൾ പെർഫോമൻസ് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം ടൈം പീരീഡും ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പം ഫ്രീക്വൻസി കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും. അപ്പം ടൈം പീരീഡ് കുറയുമ്പോഴത്തേക്കും നമ്മുടെ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് അത്രയും ചെറുതാവും. അപ്പോൾ പെട്ടെന്ന് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. Then next we are having is in the AVR design, the ways in which the AVR execute an instruction in a cycle. ഒരു സൈക്കിളിൽ എന്തൊക്കെ രീതിയിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതനുസരിച്ചിരിക്കും. സോ AVRന്റെ കേസിലാണെങ്കിൽ we are using a Harvard architecture to get maximum amount of code. Okay. Maximum amount of code and data to the CPU. അതിനുവേണ്ടി നമ്മൾ ഹാർവർഡ് ആർക്കിടെക്ചർ യൂസ് ചെയ്യും. സോ വി യൂസ് റിസ്ക് ഫീച്ചേഴ്സ്, അതായത് ഫിക്സ്ഡ് സൈസ് ഇൻസ്ട്രക്ഷൻസ് ആണ് AVR എന്നുള്ളത്. വി യൂസ് പൈപ്പ്ലൈൻ ടു ഓവർലാപ്പ് ദ ഫെച്ചിങ് ആൻഡ് എക്സിക്യൂട്ടിങ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം, ഹാർവർഡ് ആർക്കിടെക്ചർ ആണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഹാർവർഡ് ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റീസൺ, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാം. Then we use risk features എന്ന് പറയുമ്പോൾ ഓൾറെഡി അറിയാം, നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എല്ലാം ഫിക്സ്ഡ് സൈസ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ജനറലി ദിസ് വിൽ ബി സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ സെറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 2 ക്ലോക്ക് സൈക്കിളിൽ തീരുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അങ്ങനെ 2 രീതിയിലാണ് മെയിൻലി നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസ്ക് ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ എപ്പോഴും ഫിക്സ്ഡ് സൈസ് ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് യൂസ് പൈപ്പ്ലൈൻ ടു ഓവർലാപ്പ് ദ ഫെച്ചിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. അത് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്ന AVRന്റെ ഡിലേ കാൽക്കുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് പൈപ്പ് ആണ്. എന്താണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്? അപ്പോൾ പൈപ്പ് ലൈനിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ആദ്യം മെമ്മറിയിൽ നിന്നും ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. ആ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തതിന് ശേഷം CPU അത് എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. അതിനുശേഷം ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നോൺ പൈപ്പ് ലൈൻ ആയിട്ടുള്ള ഇതിനകത്ത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ കാണിച്ചിട്ടുണ്ട് T1, T2, T3, T4 എന്ന് പറഞ്ഞ് താഴെ കുറേ ടൈം പീരീഡ്സ് കാണിച്ചിട്ടുണ്ട്. ഈ ടൈം T1, T2, T3 എന്ന് പറയുന്നതെല്ലാം മെഷീൻ സൈക്കിളാണ്. ദാറ്റ് ഈസ് എ ടൈം ടേക്കൺ റിക്വയർഡ് ബൈ ദ മൈക്രോ കൺട്രോളർ ടു ഡു വൺ ഓപ്പറേഷൻ. അപ്പോൾ T1 എന്ന് പറയുന്ന ടൈമിൽ ഫെച്ച് 1, നോൺ പൈപ്പ് ലൈൻ നോക്കുക, ഫെച്ച് 1. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ദെൻ സെക്കൻഡ് T2 വി ആർ എക്സിക്യൂട്ടിങ് ഇറ്റ്. സോ എക്സിക്യൂട്ട് 1. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു T1, അതേ ഇൻസ്ട്രക്ഷൻ T2 എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ T2ന്റെ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം T3 ടൈം ഇൻ്റർവെല്ലിൽ ഞാൻ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. എന്നിട്ടോ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന എപ്പോഴാണ്? T4ലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ CPU മാത്രമേ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ആക്ച്വലി നമുക്ക് മെമ്മറി എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടിയ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ
ഫസ്റ്റ് T1 നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. T2 നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് അതിനെ ഫെച്ച് ചെയ്തുകൂടാ എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ നമ്മൾ T2 എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ടോ ഈ T2 ടൈം ഇന്റർവെല്ലിൽ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ T3 നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ T3 തന്നെ നമ്മൾ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. അപ്പൊ നോക്കൂ, നോൺ പൈപ്പ് ലൈനിനകത്ത് നമ്മൾ 6 ടൈം പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കഴിയുമ്പോൾ നമ്മൾ 3 ഇൻസ്ട്രക്ഷൻസേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ പൈപ്പ് ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് 5 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു വലിയൊരു ടൈം പീരീഡിലേക്ക് നോക്കുന്ന സമയത്ത് പൈപ്പ് ലൈൻ വഴി പൈപ്പ് ലൈനിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന സേവിങ് ഓഫ് ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം എക്സിക്യൂഷൻ ഓഫ് വൺ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫെച്ചിങ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ഡൺ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ S4 പഠിച്ച നിങ്ങൾ 8051 മൈക്രോ കൺട്രോളർ പഠിച്ചതിനകത്ത് പൈപ്പ് ലൈനിങ് ഓപ്പറേഷൻ ഇല്ല. അതൊരു നോൺ പൈപ്പ് ലൈനിന്റെ മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ടൈം പീരീഡിൽ ഫെച്ച് ചെയ്യും, അടുത്ത ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ AVRനകത്ത് ഫെച്ചിങ് ആൻഡ് എക്സിക്യൂഷൻ ആർ ഡൺ അറ്റ് ദ സെയിം ടൈം. ദാറ്റ് ഈസ് എക്സിക്യൂഷൻ ഓഫ് ദി വൺ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫെച്ചിങ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ഡൺ അറ്റ് ദ സെയിം ടൈം. അതുകൊണ്ട് നമുക്ക് കുറേ സമയം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പൈപ്പ് ലൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So in pipelining, the process of execution is split into smaller steps that are executed in parallel. So execution of many instructions is overlapped, and speed of the execution is limited to the slowest stage of the pipeline. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഏറ്റവും സ്ലോവസ്റ്റ് ഏതിനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ തീരുമാനിക്കുന്നത് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് ഏത് സ്റ്റേജ് ആണോ പൈപ്പ് ലൈനിൽ കൂടെ പോകുന്നത് അതിന്, അതായത് ഫെച്ചാണോ എക്സിക്യൂഷൻ ആണോ എന്നനുസരിച്ച്. So AVR multi-stage instruction execution pipeline, that is I am going to actually elaborate the execution stage. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത് ഫെച്ച് എന്ന് പറയുന്നത് ഒരു സെറ്റായിട്ട് ചെയ്യും, എക്സിക്യൂട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റായിട്ട് ചെയ്യും. അപ്പോൾ എക്സിക്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഫെച്ചിങ് ഓഫ് ദ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ചെയ്യും എന്നുള്ളത്. ഇനി ആ എക്സിക്യൂഷൻ എന്ന് പറയുന്നതിനകത്ത് ആക്ച്വലി 3 സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, so the AVR each instruction is executed in 3 stages. Step 1 is operand is fetched. Step 2, operation is performed. Step 3, result is written into the destination register. Okay, so അങ്ങനെ 3 രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ റീഡ് ദ ഓപ്പറൻസ്, സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ പ്രോസസ്, സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ റൈറ്റ് ബാക്ക്. അപ്പോൾ നമ്മുടെ എക്സിക്യൂഷനകത്ത് നമുക്ക് റീഡ് ദ ഓപ്പറൻറ്റ്, പ്രോസസ്, റൈറ്റ് ബാക്ക് എന്ന് പറയുന്ന 3 സ്റ്റേജുകളാണ് ശരിക്കും പറഞ്ഞാൽ ആ എക്സിക്യൂഷനിൽ നടക്കുന്നത്. അപ്പോൾ ഫെച്ച് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഫെച്ച് ചെയ്തിട്ടേ ഉള്ളൂ, ഫെച്ച് ചെയ്ത ആ ഡേറ്റ CPU റീഡ് ചെയ്തിട്ടില്ല. ആ റീഡിങ് എന്ന് പറയുന്നതാണ് എക്സിക്യൂഷൻ സ്റ്റേജിന്റെ ഫസ്റ്റ് സ്റ്റേജ്. സോ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ആക്ച്വലി റീഡിങ് ദി ഓപ്പറൻറ്റ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡു ദി പ്രോസസ്, അതായത് ഇപ്പം നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യാനുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആ പ്രോസസ് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ദ വാല്യൂസ് ആയിരിക്കും. അതിന് പകരം ഒരു മൂവിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ലോഡിങ് ഓപ്പറേഷനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോഡിങ് ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ എന്ത് പ്രോസസ്സാണോ CPU ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓപ്പ് കോഡിൽ എഴുതിയിരിക്കുന്നത്, ആ ഓപ്പ് കോഡിൽ എഴുതിയിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഈ എക്സിക്യൂഷൻ സ്റ്റേജിലെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രോസസ്. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൈറ്റിംഗ് ബാക്ക് ദ വാല്യൂ ടു ദി മെമ്മറി വാല്യൂ. ദാറ്റ് ഈസ് ആക്ച്വലി യുവർ തേർഡ് വൺ. സോ അതുകൊണ്ട് തന്നെ ഈ എക്സിക്യൂഷൻ പൈപ്പ് ലൈനിങ്ങിനകത്ത് ഫെച്ചിങ് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജാണ്. ഓപ്പറൻറ്റ് ഫെച്ച് ചെയ്യുന്നു, ദാറ്റ് ഈസ് റീഡിങ് ദ ഓപ്പറൻറ്റ്. പ്രോസസ്സ് നടത്തുന്നു, ദാറ്റ് ഈസ് ദ P, ആൻഡ് ദ റൈറ്റിംഗ് operation, writing the result into the destination, that is the 3. അപ്പോൾ ഈ 3 ചെയ്യാനുള്ള സമയമാണോ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനുള്ള സമയമാണോ എന്നുള്ളതിനനുസരിച്ചിരിക്കും ഈ പൈപ്പ് ലൈനിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ പൈപ്പ് ലൈനിൻ്റെ ഡിലേ എന്ന് പറയുന്നത്. ഇതാണ് പൈപ്പ് ലൈനിങ് കൺസെപ്റ്റ്. ഇത് എപ്പോഴും എക്സാമിന് ജനറലി ചോദിക്കാറുള്ളൊരു കാര്യമാണ്.
പൈപ്പ് ലൈനിങ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം ഫോർ AVR. ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഓഫ് ദ ടൈം ഫോർ ദ CPU ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ. അത് ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ മൈക്രോ കൺട്രോളറിൻ്റെയും മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി CPU എടുക്കുന്ന സമയം. അപ്പോൾ AVRന്റെ കേസിൽ മോസ്റ്റ് ഇൻസ്ട്രക്ഷൻസും 1 മെഷീൻ സൈക്കിൾ എടുക്കുന്നതാണ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് 2 മെഷീൻ സൈക്കിൾ എടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഈ കണ്ടീഷണൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് പോലെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഈ 3 മെഷീൻ സൈക്കിളും 4 മെഷീൻ സൈക്കിളും എടുക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി അത്രയും മെഷീൻ സൈക്കിൾസ് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കുറവാണ്. അപ്പോൾ മെജോറിറ്റി ഇൻസ്ട്രക്ഷൻസും 1 മെഷീൻ സൈക്കിൾ എടുക്കും, അല്ലെങ്കിൽ 2 മെഷീൻ സൈക്കിൾ എടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്രിസ്റ്റലിന്റെ ഫ്രീക്വൻസി 8 MHz ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ 1/8 MHz 125 നാനോസെക്കൻഡ്. അതിന് പകരം നമ്മൾ കൊടുക്കുന്ന ക്രിസ്റ്റൽ ഫ്രീക്വൻസി 16 MHz ആണെങ്കിലോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് 1/16 MHz ആയിരിക്കും, 62.5 നാനോസെക്കൻഡ്. അതായത് 8 MHz ആണ് നിങ്ങൾ കൊടുക്കുന്ന സിഗ്നൽ എന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് 125 നാനോസെക്കൻഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു മെഷീൻ സൈക്കിൾ മതി എന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം 125 നാനോസെക്കൻഡ് മാത്രമാണ്. അതിന് പകരം ഞാൻ എൻ്റെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഇരട്ടിച്ചു. അത് 8 MHz കൊടുത്ത സ്ഥാനത്ത് ഞാൻ 16 MHz ക്ലോക്ക് കൊടുത്തപ്പോൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്തായി? പകുതിയായി. 125 നാനോസെക്കൻഡ് ഉണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഇപ്പോൾ വെറും 62.5 നാനോസെക്കൻഡായി. അപ്പോൾ ഇതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്, മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ടേക്കൺ ബൈ ദ CPU ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ്? അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്രിസ്റ്റൽ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കലാണ്. അതായിരിക്കും മെഷീൻ സൈക്കിൾ. നമുക്ക് എങ്ങനെ ഒരു ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു എക്സാമ്പിൾ കാണാം. എ ഡിലേ സബ്റൂട്ടീൻ ഹാസ് 2 പാർട്സ്, സെറ്റിംഗ് എ കൗണ്ടർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് എ ലൂപ്പ്. അപ്പോൾ എന്താ പറയുക, ഒരു ഡിലേ പ്രോഗ്രാം ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ലോഡ് ഇമ്മീഡിയറ്റ് R20 0xFF. അപ്പോൾ FF എന്ന് പറഞ്ഞ ഹെക്സ് വാല്യൂ, അതായത് 255 എന്ന് പറയുന്ന ഹെക്സ് വാല്യൂ R20യിലേക്ക് ലോഡ് ചെയ്തു. ആ LDI എന്നുള്ള ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സൈക്കിൾ മതി. അപ്പോൾ മെഷീൻ സൈക്കിൾ 1. NOP എന്ന നോ ഓപ്പറേഷൻ, ഒന്നും ചെയ്യാതെ നിൽക്കുക. എത്ര നേരത്തേക്ക്? ഒരു മെഷീൻ സൈക്കിൾ നേരത്തേക്ക്. വീണ്ടും NOP എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ഒരു മെഷീൻ സൈക്കിളിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ചെയ്യുന്ന എന്താ? ഡിക്രിമെന്റ് R20ന്റെ വാല്യൂ കുറച്ചു. അപ്പൊ FF എന്നുള്ള വാല്യൂ ആദ്യം R20യിൽ ഉണ്ടായിരുന്നു. DC R20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ R20യിലെ വാല്യൂ ഒരെണ്ണം കുറയും, അതായത് FE ആവും. ഓക്കെ, അതും ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. PRNE എഗെയിൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് നോട്ട് ഈക്വൽ ടു. അപ്പം നമ്മൾ 0 ഫ്ലാഗ് ആണ് അവിടെ നോക്കുന്നത്. R20ന്റെ വാല്യൂ 0 ആവുന്നത് വരെ, നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ R20ന്റെ വാല്യൂ 0 അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം? എഗെയിൻ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോകണം. അപ്പൊ എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? നോ ഓപ്പറേഷൻ ഡിക്രിമെന്റ് R20. അപ്പോൾ ഓൾറെഡി ഇപ്പൊ R20യിൽ FE ആണുള്ളത്. വീണ്ടും ഡിക്രിമെന്റ് R20 കൊടുക്കുമ്പോൾ അത് FD ആവും. എന്നിട്ട് വീണ്ടും എന്ത് നോക്കും? PRNE, അതായത് R20യുടെ വാല്യൂ 0 ആയോ നോക്കും. R20യുടെ വാല്യൂ ഇപ്പോൾ FE ആണ്. അപ്പോൾ 255 എന്നുള്ള വാല്യൂ ആണ് ഇപ്പോൾ R20യിലുള്ളത്. അപ്പോൾ 255 പ്രാവശ്യം ഡിക്രിമെന്റ് ചെയ്താൽ മാത്രമേ അതിന്റെ വാല്യൂ 0 ആവുള്ളൂ. അപ്പോൾ ഈ ഒരു ലൂപ്പ്, അതായത് എഗെയിൻ എന്ന് എഴുതിയ ലേബൽ മുതൽ BRNE എഗെയിൻ വരെ ഉള്ള നമ്മുടെ ലൂപ്പ് 255 പ്രാവശ്യം റൺ ചെയ്യും. അത് കഴിഞ്ഞാലേ BRNEയുടെ താഴേക്ക് വരുള്ളൂ. അപ്പൊ ആ ലൂപ്പ് റൺ ചെയ്യാൻ എത്ര പ്രാവശ്യം റൺ ചെയ്യും? 255 പ്രാവശ്യം. ആ ലൂപ്പ് ഒരു പ്രാവശ്യം റൺ ചെയ്യാൻ എത്ര സൈക്കിൾ വേണം? NOPക്ക് ഒരെണ്ണം, രണ്ടാമത്തെ NOPക്ക് ഒരെണ്ണം, ഡിക്രിമെന്റ് R20ക്ക് ഒരെണ്ണം, BRNE എഗെയിന് 2 എണ്ണം. അപ്പൊ 3 2 5. അപ്പോൾ 5 ഒരു പ്രാവശ്യം ആ ലൂപ്പ് റൺ ചെയ്യാൻ 5 ഇൻസ്ട്രക്ഷൻ സൈക്കിൾ വേണമെങ്കിൽ 255 ടൈംസ് അത് റൺ ചെയ്യാൻ 255 × 5 വേണം. ഓക്കെ, പിന്നെ എന്തായിരുന്നു?
ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൂട്ടിയിട്ടില്ലല്ലോ, LDR20 0xFF എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ വേണം. അപ്പം അത് 1+255 × 5. പിന്നെ ഒരു -1 കൊടുത്തിട്ടുണ്ട്. ആ -1 കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ BRNE എഗെയിൻ്റെ അവിടെ കണ്ടോ 2 കൊടുത്തിട്ടുണ്ട്, 2/1 എന്ന്. അപ്പോൾ BRNE ബ്രാഞ്ചിങ് ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ 2 മെഷീൻ സൈക്കിൾ വേണം. പക്ഷെ അതിന് പകരം ബ്രാഞ്ചിങ് ഓപ്പറേഷൻ നടക്കുന്നില്ല, നമ്മൾ നേരെ താഴേക്കുള്ള RET തന്നെ RET എന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഒരു മെഷീൻ സൈക്കിളെ ആവശ്യമുള്ളൂ. അപ്പോൾ ഡിക്രിമെന്റ് R20 ചെയ്തിട്ട് BRNE ചെയ്തു. BRNE ചെയ്തപ്പോൾ R20യുടെ വാല്യൂ നോൺ സീറോ ആണെങ്കിൽ എഗെയിൻ എന്ന ലൂപ്പ് എന്ന ലേബലിലേക്ക് പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ അത് 2 ഇൻസ്ട്രക്ഷൻ സൈക്കിൾ യൂസ് ചെയ്യും. പക്ഷെ അതിന് പകരം BRNE ചെയ്തപ്പോൾ R20ന്റെ വാല്യൂ 0 ആയെങ്കിൽ അതിനി ലൂപ്പ് ചെയ്യണ്ട. അപ്പോൾ അതിന് ഒരു മെഷീൻ സൈക്കിളെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു മെഷീൻ സൈക്കിളാണ്, അത് എക്സ്ട്രാ ആയിട്ട് കൂട്ടിയിട്ടുള്ള ആ ഒരു മെഷീൻ സൈക്കിളാണ് ആ -1 വെച്ച് കുറച്ചിരിക്കുന്നത്. പിന്നെ +4 എന്ന് പറഞ്ഞാൽ RET ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം. അപ്പോൾ ഏറ്റവും ആദ്യം LDI R20 0xFF എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരെണ്ണം, അതാണ് 1+. NOP മുതൽ BRNE അഗെയിൻ വരെ 5 ഇൻസ്ട്രക്ഷൻ, അത് 255 ടൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്, 255 × 5. പക്ഷെ 255ാമത്തെ പ്രാവശ്യം പിന്നെ ലൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് BRNE എന്നുള്ളത് ലൂപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു മെഷീൻ സൈക്കിൾ കൂട്ടിയാൽ മതി. അപ്പോൾ 255 × 5 ഞാനത് 2 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാ കൂട്ടിയ ഒരെണ്ണം കുറയ്ക്കണം, അതാണ് -1 +4 RETന്റെ 4. ഇനി ഒരു മെഷീൻ സൈക്കിൾ 1 മൈക്രോസെക്കൻഡ് ആണെങ്കിൽ ഈ ടോട്ടൽ പ്രോഗ്രാം എടുക്കുന്ന ഡിലേ ടൈം എന്ന് പറയുന്നത് 1279 മൈക്രോസെക്കൻഡ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് AVRനകത്ത്. അപ്പം ഒരു ഡിലേ പ്രോഗ്രാം എങ്ങനെ എഴുതാന്നുള്ളത് നിങ്ങൾ 8051 പഠിച്ചപ്പോഴും പഠിച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് ഈ ഒരു ചെറിയ വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ പ്രീവിയസ് കേസിൽ നമുക്ക് ആകെ 1279 മൈക്രോസെക്കൻഡേ കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് ഇനി വലിയ ഡിലേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് എഴുതണം. അപ്പം നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? 2 രജിസ്റ്റേഴ്സ് വേണ്ടി വരും. ഓക്കെ, ആ ലൂപ്പ് കൗണ്ട് ഹോൾഡ് ചെയ്യുന്നതിന് 2 രജിസ്റ്റേഴ്സ് വേണ്ടി വരും. ഇവിടെ ഞാൻ R17 എന്നുള്ള വാല്യൂ R17ലേക്ക് 250 എന്ന ഡെസിമൽ വാല്യൂ ലോഡ് ചെയ്തു. R16ലേക്ക് 200 എന്ന ഡെസിമൽ വാല്യൂവും ലോഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നോ ഓപ്പറേഷൻ ചെയ്തു. ഡിക്രിമെന്റ് R17 ചെയ്തു, BRNE ഹിയർ. അപ്പം എന്താ ചെയ്യുക? ആ R17 0 ആവുന്നത് വരെ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. R17 0 ആവുന്നത് വരെ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇവിടം മുതൽ ഇവിടം വരെ R17 0 ആവുന്നത് വരെ NOP DEC R17 BRNE ഹിയർ, ഈ 4 ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര വരെ? R17 0 ആവുന്ന വരെ. R17ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 250. അപ്പൊ 250 തവണ എന്താ പറയുക ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എത്ര മെഷീൻ സൈക്കിൾ വേണം? NOPന്റെ ഒരെണ്ണം, രണ്ടാമത്തെ NOPന്റെ ഒരെണ്ണം, ഡിക്രിമെന്റിന്റെ ഒരെണ്ണം, BRNEന്റെ 2 എണ്ണം, 3 ഉം 2 ഉം 5. അപ്പൊ 5 × 250 - 1 × 1 മൈക്രോസെക്കൻഡ്. 1249 മൈക്രോസെക്കൻഡ് ആണ് ഈ അകത്തുള്ള ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഡിക്രിമെന്റ് R16 ഡിക്രിമെന്റ് ചെയ്യും, BRNE എഗെയിൻ. അപ്പോൾ വീണ്ടും എഗെയിനിലേക്ക് പോകും. LDI R17 250 ആണ്. R16 ഒന്ന് കുറഞ്ഞെങ്കിലും R15 വീണ്ടും 250 ആവും. അപ്പോൾ വീണ്ടും BRNE ഹിയർ വരെയുള്ള സ്ഥലത്തേക്ക് 250 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര വരെ? R16 0 ആവുന്ന വരെ. R16 ലോഡ് ചെയ്ത വാല്യൂ എത്രയാ? 200. അപ്പോൾ 200 പ്രാവശ്യം ഔട്ടർ ലൂപ്പ് വർക്ക് ചെയ്യും, 250 പ്രാവശ്യം ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യും. ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രാവശ്യം വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 1249 മൈക്രോസെക്കൻഡ്.
ടോട്ടൽ ടൈം ഡിലേ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഔട്ടർ ലൂപ്പ് 200 പ്രാവശ്യമാണല്ലോ. 1249 × 200 249 800 മൈക്രോ സെക്കൻഡ്, അല്ലെങ്കിൽ 0.25 സെക്കൻഡ്സ്. 0.25 സെക്കൻഡ്സ്. അപ്പം പിന്നെ വലിയ ലൂപ്പുകൾ വേണം, വലിയ ഡിലേസ് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നെസ്റ്റഡ് ലൂപ്പുകൾ യൂസ് ചെയ്യുക. അപ്പം ഇതിനകത്ത് വീണ്ടും ഒരു നെസ്റ്റഡ് ലൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ 3 ലൂപ്പുകൾ ഉണ്ടാവും. ആ 3 ലൂപ്പുകൾ വർക്ക് ചെയ്ത് തീരുന്ന വരെ നമുക്ക് ഡിലേ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് സെക്കൻഡ് റേഞ്ചുകളിലേക്കൊക്കെ നമുക്ക് ഡിലേ, ടോട്ടൽ ടൈം ഡിലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടുത്തെ ടൈം ഡിലേ ആണ്, ഇത് എത്ര ചെയ്യുന്നുള്ളത്. അപ്പം LDA R16 200 കൊടുത്തു. എത്ര നോ ഓപ്പറേഷൻ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? 2 4 6 8 10 12 NOP ഓപ്പറേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡിക്രിമെന്റ് ഉണ്ട്. അപ്പം 13 ഓപ്പറേഷൻ അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ എന്തുണ്ട്? BRNE ഉണ്ട്. BRNEന്റെ 2, 13 + 2 15. അപ്പോൾ ഈ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ 15 മെഷീൻ സൈക്കിൾസ് വേണം. അങ്ങനെ ഈ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? R16 0 ആവുന്നവരെ. R16ന്റെ വാല്യൂ എത്രയാ? 200. അപ്പൊ 200 തവണ ഇത് വർക്ക് ചെയ്യും. 200 × 13 + 2 × 1 മൈക്രോ സെക്കൻഡ്. ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് ഈ NOP എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് വലിയ ഡിലേസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ സൈഡിൽ കാണിച്ചിട്ടുള്ള ആ നെസ്റ്റഡ് ലൂപ്പ് ഓപ്പറേഷൻ തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് വലിയ ഡിലേസ്, അതായത് സെക്കൻഡ് റേഞ്ചിലൊക്കെ വരുന്ന ഡിലേസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. നെക്സ്റ്റ് മീൻസ് IO പോർട്ട് പ്രോഗ്രാമിംഗ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സാമ്പിൾ ചെയ്തതാണ്. BCD to ASCII എന്നുള്ള ക്ലാസ്സിൽ ചെയ്തതാണ്. ആ സംഭവം പെട്ടെന്ന് ഒന്നുകൂടെ ഇവിടെ പറഞ്ഞുതരാം. അവിടെ ഞാൻ ഓൾറെഡി ഞാനിത് പഠിപ്പിച്ചാണ്. പോർട്ട് 4 പോർട്ടുകളുണ്ട്. ഓരോ പോർട്ടുകൾക്കും ഈ പറയുന്ന പോലെയുള്ള പോർട്ട് രജിസ്റ്ററുകളുണ്ട്. ഇപ്പം DDRB എന്ന് പറയുന്ന പോർട്ട് രജിസ്റ്റർ ഉണ്ട്, പോർട്ട് എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്, പിൻ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട് എന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഒന്ന് റീകളക്ട് ചെയ്യാം. അറ്റ്മയ്ക്ക് 40 പിൻസ് ആണ്. അതിൽ 32 പിന്നും 4 പോർട്ടുകൾക്ക് വേണ്ടിയാണ്. പോർട്ട് A, പോർട്ട് B, പോർട്ട് C, പോർട്ട് D. ഓരോ പോർട്ടിനും അസോസിയേറ്റഡ് ആയിട്ട് 3 രജിസ്റ്ററുകൾ ഉണ്ടാവും. DDR എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡേറ്റ രജിസ്റ്റർ. ആ DDR രജിസ്റ്ററാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പോർട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യണോ ഇൻപുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ DDRന്റെ വാല്യൂ നമ്മൾ ഹൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് പോർട്ടായിട്ട്, അത് ഇൻപുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യും. 0 കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഔട്ട്പുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പം പിന്നെ ഇത് കൂടാതെ നമുക്ക് 2 രജിസ്റ്ററുകളുണ്ട്. പോർട്ട് എന്ന് പറഞ്ഞ രജിസ്റ്റർ. അപ്പോൾ പോർട്ട് എന്ന രജിസ്റ്റർ എന്തിനായിരിക്കും? ഇറ്റ് ഹോൾഡ് ദ ഡേറ്റ ടു ബി ഔട്ട്പുട്ട് ചെയ്യേണ്ട വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് പോർട്ടിലാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഔട്ട്പുട്ട് ഡിവൈസ്, ഒരു പിന്നിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോകേണ്ട വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് പോർട്ട് രജിസ്റ്ററിലായിരിക്കും. അതുപോലെ വേറെ രജിസ്റ്ററിന്റെ പിൻ രജിസ്റ്റർ. ആ പിൻ രജിസ്റ്റർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻപുട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് പിൻ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്തു. ആ ഇൻപുട്ട് ഡിവൈസിൽ കൂടെ ഒരു വാല്യൂ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് പിൻ രജിസ്റ്ററിലാണ്. 3 രജിസ്റ്റർ. DDR രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോർട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യണോ ഇൻപുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നതാണ്. അതിലേക്ക് ഹൈയും ലോയും കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും ആയിട്ട് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഔട്ട് ചെയ്യേണ്ട വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഒരു രജിസ്റ്റർ വേണം. ആ രജിസ്റ്ററാണ് പോർട്ട് രജിസ്റ്റർ. അതുപോലെ തന്നെ നിങ്ങളൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഇൻപുട്ട് ഡിവൈസ് നിന്നും കിട്ടുന്ന വാല്യൂ താൽക്കാലികമായി ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യണം. ആ രജിസ്റ്ററാണ് പിൻ രജിസ്റ്റർ. So for each port we are having a DDR register, port register and pin register. DDR register input port ആണോ ഔട്ട്പുട്ട് പോർട്ട് ആണോ തീരുമാനിക്കാൻ. പോർട്ട് രജിസ്റ്റർ ഔട്ട്പുട്ട് പോർട്ട് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഔട്ട് ചെയ്യേണ്ട വാല്യൂ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. പിൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് പോർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട്
ഡിവൈസ് കൊടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഒരു രജിസ്റ്റർ വേണം. ആ രജിസ്റ്ററാണ് പിൻ രജിസ്റ്റർ. So pin register if it is input port, port register if it is output port, DDR register to fix whether it should be an input port or output port. അപ്പോൾ നമുക്ക് ഏതൊരു ഇപ്പോൾ പോർട്ട് എ എടുക്കുകയാണെങ്കിൽ പോർട്ട് എ രജിസ്റ്റർ ഉണ്ടാവും, DDRA രജിസ്റ്റർ ഉണ്ടാവും, പിൻ എ രജിസ്റ്റർ ഉണ്ടാവും. അപ്പം അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോർട്ട് ബിൻ്റെ IO രജിസ്റ്റർ അഡ്രസ് എന്ന് പറയുന്നത് $3B ആണ്. DDRAൻ്റെ രജിസ്റ്റർ $3A ആണ്. പിൻ എൻ്റെ രജിസ്റ്റർ $39 ആണ്. അപ്പോൾ പോർട്ട് ബിൻ്റെ വരുമ്പോഴത്തേക്കും 38, 37, 36. പോർട്ട് സിൻ്റെ വരുമ്പോൾ 35, 34, 33. പോർട്ട് ഡി വരുമ്പം 32, 31, 30. ഓക്കെ. സോ ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണ്. ടോഗിൾ ദ 8 ബിറ്റ്സ് ഓഫ് ദ പോർട്ട് ബി എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട് ബി ടോഗിൾ 8 ബിറ്റ് ടോഗിൾ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ആദ്യം അതിനെ ഒരു പോർട്ട് ബിനെ നമ്മളൊരു ഔട്ട്പുട്ട് പോർട്ടായിട്ട് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലാസ് അത് പറഞ്ഞു തന്നിരുന്നു. നമുക്ക് നേരിട്ട് ലോഡിംഗ് ഓപ്പറേഷൻസ് ഇല്ല, DDRBയിലേക്ക് നമുക്ക് ലോഡിംഗ് ഓപ്പറേഷൻസ് ഇല്ല. അത് IO രജിസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഔട്ട് രജിസ്റ്റർ യൂസ് ചെയ്താൽ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട് രജിസ്റ്ററിലേക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് വാല്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഔട്ട് DDRB 16 എന്ന് കൊടുക്കും. അതിന് മുന്നേ 16ലേക്ക് ഏത് വാല്യൂ ആണോ DDRBയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ആ വാല്യൂ 16ലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ LDA R16 0xFF ഔട്ട് DDRB R16. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇനി നമുക്ക് അതിലേക്ക് വാല്യൂസ് അല്ലേ, ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ ഓൾട്ടർനേറ്റ് LEDs വെച്ച് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ 5 എന്ന വാല്യൂവും എ എന്ന വാല്യൂവുമാണ് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാകുമ്പം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബിറ്റുകളായിരിക്കും ഹൈ, ഓൾട്ടർനേറ്റ് ബിറ്റുകൾ 0 ആയിരിക്കും. അപ്പം ആ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? പോർട്ട് ബിൻ്റെ പോർട്ട് രജിസ്റ്റർ, പോർട്ട് ബിൻ്റെ ഔട്ട്പുട്ട് പോർട്ട് രജിസ്റ്റർ, അതാണ് പോർട്ട് ബി എന്ന് പറയുന്ന രജിസ്റ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? LDA R16 0x55 ഔട്ട് പോർട്ട് ബി R16. പിന്നെ ഡിലേ വിളിക്കണം. പിന്നെ എന്താ, ഇനി അതിലേക്ക് AA ലോഡ് ചെയ്യണം. അപ്പോൾ LDA R16 0xAA ഔട്ട് പോർട്ട് ബി 16. വീണ്ടും ഡിലേ വിളിക്കണം. ഇത് അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം R ജമ്പ് L1ലേക്ക് നമ്മൾ ജമ്പ് ചെയ്യണം. ഇതൊരു പോർട്ട് പ്രോഗ്രാമിങ്ങിന് എക്സാമ്പിൾ ആണ്. ഇനി ഇൻപുട്ട് ഡേറ്റ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഓൾറെഡി. DX രജിസ്റ്റർ, അതായത് ഒരു സിംഗിൾ പിന്നിനെ മാത്രം നമുക്ക് ഇൻപുട്ട് പോർട്ടായിട്ട് വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ആ DDR രജിസ്റ്ററിന്റെ ആ പിന്നിനെ മാത്രം നമ്മൾ 0 ആക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഡേറ്റ കൊണ്ടുവരിക. ഡേറ്റ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ ചെയ്യുക, നമുക്ക് അതിനെ ഇൻപുട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. So pin register is actually the role in inputting data. So to read the data present in the pins, we are using a pin register. To bring data into CPU from pins, read the contents of pin register. And to send data out of pins, we are using a port register. മൂന്നെണ്ണം ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ okay, then we can see the next one. We can see an example like this. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പോർട്ട് സി. Port get the data present at the pins of the port C and send it to port B indefinitely after adding a value 5. 5 എന്നൊരു വാല്യൂ ആഡ് ചെയ്തിട്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ.
So the question is, or what we have to do is, പോർട്ട് സിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ നമ്മൾ എടുക്കണം, അതിലേക്ക് 5 എന്നൊരു വാല്യൂ ആഡ് ചെയ്യണം, ആ വാല്യൂനെ പോർട്ട് സിയിലേക്ക് സെൻഡ് ചെയ്യണം അല്ലേ, പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പൊ പോർട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യേണ്ടത് കൊണ്ട് പോർട്ട് ബിനെ നമ്മൾ ഔട്ട്പുട്ട് പോർട്ടാക്കി മാറ്റണം. പോർട്ട് സിയിലുള്ള ഡേറ്റ റീഡ് ചെയ്യേണ്ടത് കൊണ്ട് പോർട്ട് സിനെ നമ്മൾ ഇൻപുട്ട് പോർട്ടാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഔട്ട് DDRC R16, DDRC ഏതിന് പോർട്ട് സിന്റെ ആണ് DDRC, അതിലേക്ക് നമ്മൾ 0 ആണ് കൊടുക്കേണ്ടത് ഇൻപുട്ട് പോർട്ടാക്കാൻ. അപ്പൊ R16ലേക്ക് 0 ലോഡ് ചെയ്തു, R16 DDRCയിലേക്ക് ലോഡ് ചെയ്തു, അപ്പൊ പോർട്ട് സി ഇൻപുട്ട് പോർട്ടായി. ഇനിയോ പോർട്ട് ബിനെ നമുക്ക് ഔട്ട്പുട്ട് പോർട്ടാക്കണം. അപ്പൊ എന്ത് ചെയ്യണം, R16ലേക്ക് FF ലോഡ് ചെയ്തു, R16 DDRBയിലേക്ക് ഔട്ട് ചെയ്തു, അപ്പൊ DDRB എന്ത് പോർട്ടായി, ഔട്ട്പുട്ട് പോർട്ടായി. ഇനി പിൻ സിക്കകത്തുള്ള വാല്യൂ നമുക്ക് റീഡ് ചെയ്യണം അല്ലെ. റീഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇന്ന് അല്ലെ, റീഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇന്ന്. അപ്പൊ ഇന്ന് R16 പിൻ സി എന്ന് പറഞ്ഞാൽ പിൻ സിയിലെ വാല്യൂ റീഡ് ചെയ്തിട്ട് R16ലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി എന്ത് ചെയ്യണം, R16ലെ വാല്യൂവിന്റെ കൂടെ 5 ആഡ് ചെയ്യണം. അപ്പൊ നമുക്കറിയാലോ ആഡ് ഇൻസ്ട്രക്ഷനിൽ ഇമ്മീഡിയറ്റ് വാല്യൂ അവൈലബിൾ അല്ല. അപ്പൊ 5 എന്ന വാല്യൂ R17ലേക്ക് ഞാൻ ലോഡ് ചെയ്തു, എന്നിട്ട് R16ലെയും R17ലെ വാല്യൂ ഞാൻ ആഡ് ചെയ്തു. അപ്പൊ ഇപ്പൊ R16ല് എന്ത് വാല്യൂ ഉണ്ട്, എനിക്ക് പോർട്ട് സിന്ന് കിട്ടിയ വാല്യൂവിന്റെ കൂടെ 5 ആഡ് ചെയ്ത വാല്യൂ ഇപ്പൊ R16ലുണ്ട്. അത് എങ്ങോട്ട് സെൻഡ് ചെയ്യണം എന്നാ പറഞ്ഞത്, പോർട്ട് ബിയിലേക്ക്. അപ്പൊ ഔട്ട് പോർട്ട് ബി R16. അപ്പൊ ഈ ഇന്ന് മുതൽ ഔട്ട് വരെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൂപ്പിൽ ഇട്ടുകൊണ്ടിരിക്കണം. കാരണം ഒരു വാല്യൂ മാത്രമല്ല വരുന്നത്, എപ്പോൾ വാല്യൂ വന്നാലും അത് അങ്ങനെ ചെയ്യണം. അപ്പൊ അതിന്റെ തുടക്കത്തിലുള്ള 4 ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പോർട്ട് സിനെ ഇൻപുട്ട് പോർട്ട് ആക്കുന്നതിനും പോർട്ട് ബിനെ ഔട്ട്പുട്ട് പോർട്ട് ആക്കുന്നതിനുമാണ്. ഇൻ R16 പിൻ സി എന്ന പിൻ സിയിലെ വാല്യൂ R16ലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് എടുക്കും. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ R17ലേക്ക് 5 ലോഡ് ചെയ്തു, ആഡ് R17 ചെയ്തപ്പോൾ R16ന്റെ വാല്യൂന്റെ കൂടെ 5 ആഡ് ചെയ്തു. ഇനി ഇത് പോർട്ട് ബിയിലേക്ക് ഔട്ട്പുട്ട് ചെയ്യണം. അപ്പൊ ഔട്ട് പോർട്ട് ബി R16. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോൾ നോക്കിയ കാര്യം ഡിലേ കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. അതുകൂടാതെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്നുള്ള സിമ്പിൾ പ്രോഗ്രാമിംഗ് നമ്മളിപ്പോൾ നോക്കി.